നമസ്കാരം. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കാൻ പോകുന്നു. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. മന്ത്രി ഇ.പി. ജയരാജൻ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് രാജ്യസന്നദ്ധത അറിയിച്ചതായാണ് വിവരം. പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി കണ്ടാണ് ഇക്കാര്യം അറിയിച്ചത്. നാളെ ചേരുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. പ്രാഥമിക വിജിലൻസ് അന്വേഷണം ഉറപ്പായ സ്ഥിതിക്ക് ആ വകുപ്പിൽ നിന്ന് മാറി നിൽക്കണം എന്ന ന്യായപ്രകാരം വകുപ്പ് ഒഴിയുക എന്നത് അനിവാര്യമായിരിക്കുകയാണ്. സർക്കാരിൻ്റെ പ്രതിച്ഛായ താൻ കാരണം തകർന്നുവെങ്കിൽ രാജിവെക്കാം എന്നാണത്രേ ജയരാജൻ അറിയിച്ചിരിക്കുന്നത്. എടാ, പിറന്നത് രണ്ട് ഗർഭപാത്രത്തിലാണെങ്കിലും വളർന്നത് നിന്റെ പാത്രത്തെ കൈയിട്ട് വാരിയിട്ട ഞാൻ ചിലവാക്കുന്ന കാശുകൾ മുഴുവൻ നിന്റെ ഔദാര്യ. എനിക്ക് തല ചായ്ക്കാൻ ഒരിടം തന്നത് നിന്റെ നല്ല മനസ്സുകൊണ്ട്. എന്നിട്ട് നീ എന്നെ കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. മനസ്സിനെ താമരയാക്കിയ ലക്ഷ്മി മാപ്പു തരൂ, എനിക്കു നീ മാപ്പു തരൂ. വിജിലൻസ് കോടതിയിൽ നിന്ന് പ്രതികൂല പരാമർശം വരുന്നതിന് മുമ്പ് ജയരാജൻ മന്ത്രി സ്ഥാനമൊഴിയണമെന്ന് CPIയും ആവശ്യപ്പെടുന്നു. കാരണം സർക്കാരിനെ വെള്ളം കുടിപ്പിക്കേണ്ടതില്ല. ഉപ്പ് തിന്നവർ മാത്രം വെള്ളം കുടിച്ചാൽ മതി. ഉപ്പ് തിന്നുവെന്ന് സംഭവിച്ചു പോയ തെറ്റ് മന്ത്രിയും ഏറ്റു പറഞ്ഞതായാണ് വിവരം. എൻ്റെ അഭിപ്രായം ഉപ്പ് തിന്നവർ വെള്ളം കുടിച്ചാൽ മതി എന്നുള്ളതാണ്. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും. ഉപ്പ് തിന്നവരുണ്ടെങ്കിൽ വെള്ളം കുടിക്കട്ടെ. എന്തായാലും അതിൽ കോടതിയുടെ ഒരു പരാമർശം ഉണ്ടാവുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടുന്നതുമാണ്. അത് വന്നാൽ ഗവൺമെന്റിന് നല്ലതായിരിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മുതലാളി, അപ്പൊ ഞാൻ നിനക്കിന്തു മുതൽ പുറംപണിയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അകത്ത് നിൽക്കുന്നത്? ഞാൻ രാജിവെക്കുക. നീ രാജിവെക്കണ്ട. അങ്ങനെ വഴിക്ക് വാ. നിന്നെ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. മുതലാളി ഇറങ്ങി പോടാ. മന്ത്രി ധാർമ്മികമായി മന്ത്രിക്ക് തുടരാനുള്ള അവകാശമില്ല. അതുകൊണ്ടാണല്ലോ ജയരാജൻ തന്നെ രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ചതും. അല്ലായിരുന്നെങ്കിൽ രാജിവെക്കില്ല എന്നല്ലേ പറയട്ടെ. ഞാൻ രാജിവെക്കേണ്ട ആവശ്യമില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് മന്ത്രി പറയുന്നത്. ഇപ്പം മന്ത്രി തന്നെ സമ്മതിച്ചിരിക്കുന്നു താൻ തെറ്റ് ചെയ്തിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. മന്ത്രിസഭയിൽ നിന്ന് ജയരാജന്റെ രാജിയോ വകുപ്പൊഴിയലോ ഏതാണ് കരണീയം എന്ന ആലോചനകൾ പാർട്ടി കേന്ദ്രങ്ങളിൽ തകൃതിയായി നടക്കുന്നു. വകുപ്പൊഴിഞ്ഞ് മന്ത്രിയെ രക്ഷപ്പെടുത്താനാണ് പദ്ധതിയെന്ന് ഇക്കാര്യത്തിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്രതിപക്ഷവും ഭയക്കുന്നു. അവരെത്ര കാലം ഒളിവിൽ കഴിയും എന്റെ ഈശ്വര? അവരെ കൊണ്ട് ഇപ്പോ വലിയ ആവശ്യമൊന്നുമില്ലല്ലോ. അവർക്ക് ആര് ഭക്ഷണം കൊടുക്കും? എങ്ങനെ ജീവിക്കും? എങ്ങനെയെങ്കിലും ജീവിക്കും. അവനൊക്കെ ഇനിയുള്ള കാലം മുഴുവൻ ഒളിവിൽ പോയാലും RDPക്ക് ഒരു പുല്യം സംഭവിക്കാൻ പോകും. അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ പരിപ്പുവടയും ചായയും കഴിച്ചു കഴിയുമ്പോ എന്തെങ്കിലും ഒരു പോമഴി തോന്നും. സുപ്രധാനമായ തലങ്ങളിലേക്കുള്ള നിയമനങ്ങൾ ഒരു മന്ത്രി വിചാരിച്ചാൽ മാത്രം നടക്കുന്നതല്ല. മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുന്നത് ആരും വിശ്വസിക്കില്ല. ഒടുവിൽ മഞ്ഞ കാർഡ് ജേക്കബ് തോമസ് പുറത്തെടുത്തിരിക്കുന്നു. മുറപ്രകാരം പ്രാഥമിക അന്വേഷണം. ബന്ധുക്കൾക്ക് വഴിവിട്ട നിയമനം നൽകിയ മന്ത്രി സ്വജന പക്ഷപാതം, അധികാര ദുർവിനിയോഗം തുടങ്ങിയവ കാട്ടി എന്നാണല്ലോ കേസ്. ഇത് അഴിമതി വകുപ്പിൽപ്പെടും എന്നാണ് വിജിലൻസിന് ലഭിച്ച നിയമ ഉപദേശം. വിജിലൻസ് പത്തി വിടർത്തി എന്ന് വെച്ച് കൊത്തുമെന്ന് കരുതേണ്ടെന്ന് കോൺഗ്രസ്. ഭക്ഷണത്തിൽ നിന്ന് തന്നെ ക്രിയേറ്റീവ് വിജിലൻസ് തുടങ്ങാൻ കരുതി. ഇല്ല, മഞ്ഞക്കാട് പോക്കറ്റിലുണ്ട്. അപ്പോൾ പ്രാഥമികമായ ഒരു അന്വേഷണം നടത്താൻ വിജിലൻസ് തീരുമാനിച്ചത് അടിസ്ഥാനത്തിൽ കൂടിയാണ് അദ്ദേഹം രാജിവെക്കണമെന്ന് ഞാൻ പറയുന്നത്. ഈ പ്രാഥമിക അന്വേഷണം നടത്തിയാൽ ഒരു സംശയവും വേണ്ട, FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇതിലും ഭേദം മരിക്കുന്ന ഈ ജീവിതം എനിക്ക് മതിയായി. നിങ്ങൾ ഇനിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണം. ഇത് കൊല്ലെന്റെ സമാനമാണ്. ഈ കൊല്ല് നിന്നെ കൊല്ലാനല്ല, വളർത്താനാ കൊണ്ടുപോകുന്നത്. നിന്റെ കഥാപ്രസംഗം കോടതി മതി കേട്ടോടാ. നിന്റെ കഥാപ്രസംഗം കോടതി മതി.
ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായില്ലേ? വിശ്വാസമായി ഇല്ല. ഒരു ഘട്ടത്തിൽ പാർട്ടിയുടെ നിയന്ത്രണം പിടിച്ചെടുത്ത കണ്ണൂർ ലോബി എന്ന് വിളിക്കുന്ന CPM-ലെ ശാക്തിക ചേരിയിലെ പ്രബലനായ നേതാവാണ് ഭരണത്തിലേറി 4 മാസത്തിനകം പാർട്ടിയെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ലോട്ടറി രാജാവിൽ നിന്ന് ബോണ്ട് നൽകി 2 കോടി സ്വീകരിച്ച വിവരം പുറത്തായതിനെ തുടർന്ന് പാർട്ടി തീരുമാനപ്രകാരം പണം മടക്കി നൽകി. ഇതായിരുന്നു EP ജയരാജൻ ഉൾപ്പെട്ട ആദ്യ വിവാദം. പാർട്ടി പ്ലീനത്തിന് ആശംസ അർപ്പിച്ച വിവാദ വ്യവസായിയുടെ പരസ്യം പാർട്ടി പത്രം സ്വീകരിച്ചതും അക്കാലത്ത് വിവാദമുയർത്തി. പക്ഷേ പാർട്ടിക്കുള്ളിലെ വിവാദങ്ങളിൽ കരുത്തു നേടിയ EP ജയരാജൻ കഴിഞ്ഞ സർക്കാരിൻ്റെ അഴിമതിക്കെതിരെ CPM-ന്റെ മുന്നണി പോരാളിയായിരുന്നു. നീതിന്യായ വ്യവസ്ഥയെ തകർക്കപ്പെടുക, കോടതികളെ ആക്രമിക്കുക, കോടതികളെ തെറിപറയുക, കോടതികളെ ഭയപ്പെടുത്തുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ജനാധിപത്യ വിരുദ്ധ പ്രവൃത്തികളും ഉമ്മൻചാണ്ടി ഭരണത്തിൻ്റെ മറവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാർ ഉടമകൾ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകളും എല്ലാം ശരിയായിട്ടുള്ള തെളിവ് സഹിതമാണെന്നാണ് പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകളിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. MM ഹസനെ പോലെയുള്ളവർക്ക് ബാധിച്ചിട്ടുള്ള ഈ ഒരു അവസ്ഥ കോൺഗ്രസിനെ ആകെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ജനാധിപത്യ കേരളം ഇതിനോട് പ്രതികരിക്കും. നീതിന്യായ വ്യവസ്ഥയ്ക്ക് വേണ്ടി അഴിമതിരഹിതമായിട്ടുള്ള ഒരു കേരളത്തിന് വേണ്ടി ജനങ്ങൾ ചിന്തിക്കും. നീ ഒന്നും പണയണ്ട. ബോക്സർ മുഹമ്മദ് അലി മരിച്ചപ്പോൾ കായിക മന്ത്രി എന്ന നിലയിൽ ജയരാജൻ നടത്തിയ പ്രതികരണ പിഴവ് നിസ്സാരമാണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാം. എത്ര ലാഘവത്തോടെയാണ് അദ്ദേഹം മന്ത്രിസ്ഥാനത്തെ കണ്ടത് എന്ന്. അതേ ഗൗരവമില്ലായ്മയും അമിത ആത്മവിശ്വാസവും ധാർഷ്ട്യവുമാണ് ബന്ധു നിയമനത്തിലും ജയരാജൻ സ്വീകരിച്ചത്. പാർട്ടിയിൽ കാര്യങ്ങൾ നീക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല ഭരണം നടത്തേണ്ടത് എന്ന് ചിന്തിച്ചില്ല. ഇത്രയും പുലിവാൽ ആവുമെന്ന് അറിഞ്ഞില്ലെന്നാണ് ജയരാജൻ പാർട്ടിയെയും അറിയിച്ചിരിക്കുന്നത്. നേരത്തെ മന്ത്രിയായിരുന്ന ശ്രീമതി ടീച്ചർക്കെങ്കിലും ഇക്കാര്യം ഉപദേശിക്കാമായിരുന്നു. അനിവാര്യമായ തിരിച്ചടി. സംസ്ഥാനത്ത് LDF സർക്കാർ അധികാരത്തിലെത്തിയത് മുതൽ പ്രതിപക്ഷത്തുള്ള ലീഗിന് അത്ര ഉശിര് പോരാ. ലീഗ് നിയമസഭാ കക്ഷി നേതാവ് PK കുഞ്ഞാലിക്കുട്ടിക്കും CPM-നോടും സർക്കാരിനോടും ഒരു മൃദു സമീപനം. UDF-ന്റെ സമരത്തിൽ അനുഭാവം പ്രകടിപ്പിച്ച് കൂടെ ഉണ്ടെങ്കിലും ഒരു വിരക്തി. സംശയമുണ്ടെങ്കിൽ ബന്ധു നിയമന വിവാദത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയുടെ ഈ പ്രതികരണം നോക്കും. ജയരാജൻ വിഷയം, സ്വാശ്രയ വിഷയം, ഈ കാര്യങ്ങളിലൊക്കെ UDF പൊതുവായി എടുക്കുന്ന തീരുമാനങ്ങൾ, അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അതിൻ്റെ കൂടെ നമ്മളും ഉണ്ടാവും. എന്താ കുട്ടിയൊന്നും ഇണ്ടാത്ത? ജയരാജൻ്റെ രാജി 15-നാണ് ഇപ്പോൾ ലീഗ് കമ്മിറ്റി ഉള്ളത്. അതേപോലെ തന്നെ 17-നാണ് UDF കമ്മിറ്റി ഉള്ളത്. ഞങ്ങളുടെ ഒരു സംഘടനാ സിസ്റ്റം അനുസരിച്ച് ഞങ്ങൾ ഒരു തീരുമാനം എന്ത് പറയുമ്പോഴും ചർച്ച ചെയ്തതിനു ശേഷമേ അത് സംബന്ധിച്ച് പറയാറുള്ളൂ. കുട്ടി മിണ്ടുന്നില്ല. സ്വാശ്രയം, ബന്ധു നിയമനം തുടങ്ങിയ നിസാര പ്രശ്നങ്ങളെക്കാൾ ലീഗിനെ അസ്വസ്ഥമാക്കുന്നത് മറ്റു ചില വിഷയങ്ങളാണ്. ഈ സംഘ് പരിവാറിൻ്റെ ചില നീക്കങ്ങൾ, വളരെ അധികം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചില നീക്കങ്ങൾ വളരെയധികം സംശയം ഉണർത്തുന്നുണ്ട്. കാരണം വെച്ചാൽ അവിടെ പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, ഇത് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ അവരൊക്കെ തീവ്രവാദികളാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? പുസ്തകത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുസ്തകത്തിൽ നിന്ന് മാറ്റണം. അതിൻ്റെ പേരിൽ തീവ്രവാദികൾ ഇത്ര ലഘുവായി തീവ്രവാദികളാക്കി മാറ്റുന്ന ഒരു പ്രവണത, അത് വെടക്കാക്കി തനിക്കാക്കാനുള്ള ഒരു പരിപാടിയാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. കാതലായ വിഷയങ്ങൾ വിസ്മരിച്ച് LDF-നെ വേട്ടയാടുന്നതിലല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നാണോ ഇനി ലീഗിൻ്റെ മനസ്സിൽ? ഇപ്പോൾ സ്വാശ്രയം, അതേപോലെ തന്നെ നമ്മുടെ ഈ ബന്ധു നിയമനം, ഇതിൻ്റെ ഇടയിൽ ഇത്തരം കാതലായ പ്രശ്നങ്ങൾ ഇപ്പോൾ ശരിയത്തുണ്ട്. അതിനിടയിൽ ശരിയത്തിനെതിരായി കേന്ദ്ര ഗവൺമെൻറ് ഒരു നീക്കം നടത്തുന്നുണ്ട് എന്നുള്ള സംശയം വന്നിരിക്കുന്നു. അപ്പോൾ ഇത്തരം കാതലായ വിഷയങ്ങൾ വിസ്മരിക്കപ്പെടാൻ പാടില്ല. ലീഗിന് അത് വളരെ പ്രധാനമാണ്. എന്താ ഗോവിന്ദൻകുട്ടി തന്റെ നാവ് ഇറങ്ങിപ്പോയോ? ഈ കുട്ടി മിണ്ടിട്ടില്ല. സർക്കാരിനെ വിമർശിക്കുന്നതിനിടയിൽ BJP-യെ കാണാതെ പോകുന്ന UDF-ന്റെ സ്ട്രാറ്റജിയെക്കുറിച്ചും ലീഗിന് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. BJP പല നിലയിലും ശക്തിപ്പെടാൻ നോക്കുകയാണ് സ്റ്റേറ്റിൽ. അത് UDF കാണണം, UDF അതും ചർച്ച ചെയ്യണം. വോട്ട് LDF-നെ മാത്രം കണ്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ BJP ശക്തിപ്പെടാൻ നോക്കുന്ന ഒരു സാഹചര്യം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് BJP ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും കാണണം. അപ്പോൾ സംസ്ഥാനത്ത് ലീഗിൻ്റെ മുഖ്യ എതിരാളി BJP ആണോ, പ്രതിപക്ഷത്തല്ലേ ലീഗ് എന്ന് കുത്തി ചോദിച്ചാൽ
കുട്ടി മിണ്ടും. ഇങ്ങനെ കൂട്ടത്തോടെ ബന്ധുക്കളെ നിയമിച്ചാൽ പ്രതികരണം വരാണ്ടിരിക്കുമോ? ഇവിടെ എത്രയോ ഗവൺമെൻറ്റുകൾ കഴിഞ്ഞു പോയില്ല, ആരും ഇങ്ങനെ കൂട്ടത്തോടെ നിയമിച്ചിട്ടില്ലല്ലോ. അങ്ങനെ കൂട്ടത്തോടെ ബന്ധുക്കളെ നിയമിക്കുക എന്നുള്ള തെറ്റ് അവർക്ക് പറ്റിയിട്ടുണ്ട്. അതിനവർ വലിയ വില കൊടുക്കേണ്ടി വരും. ചുമ്മാ സംസ്ഥാനത്തെ മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തു വന്ന LDF അനുകൂല രാഷ്ട്രീയ കാലാവസ്ഥയിൽ മാറ്റം വന്നാലേ ഇനി ലീഗ് മിണ്ടൂ. അത് അടുത്തൊന്നും നടക്കാനുമിടയില്ല. വക്രദൃഷ്ടിയിൽ ഇടവേള. കോൺഗ്രസിലെ തലമുറ മാറ്റത്തെക്കുറിച്ച് ഒരു ചർച്ച. ജയം വന്ന് ജയന്റെ പടങ്ങളൊക്കെ മെഗാ ഹിറ്റുകളായി. What did you say? If you dare to say that word once more, I will pull out your bloody tongue.